ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ദാമോദര മാസം തുടങ്ങുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെയധികം പ്രിയപ്പെട്ട മാസം. ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം നമുക്ക് ഒന്നിച്ചു നേടാൻ പറ്റുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒരു ദാമോദര മാസം മുഴുവൻ നിങ്ങൾ ചൊല്ലേണ്ടുന്ന ഒരു ഒറ്റ വരി നാമമാണ്. വെറും 11 പ്രാവശ്യം മാത്രം നിങ്ങളിത് ചൊല്ലിയാൽ മതിയാവും. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അപ്പോൾ എന്താണ് ആ ഒരു മന്ത്രം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, കാർത്തിക മാസം എന്ന് പറയുന്നത് വളരെയധികം പവിത്രത നിറഞ്ഞ മാസമാണ്. ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട മാസമാണ്. കാർത്തിക മാസത്തിന് ദാമോദര മാസം എന്ന് മറ്റൊരു പേരും കൂടിയിട്ടുണ്ട്. കാരണം ഭഗവാന്റെ ദാമോദര ലീല നടന്ന മാസമാണ് ഈ ഒരു ദാമോദര മാസം. ദാമോദര ലീല, ദാമോദരൻ എന്ന് ഭഗവാനെ നമ്മൾ വിളിക്കാറുണ്ട്. അതായത് ഭഗവാനെ യശോദാമ്മ ഉരുളിൽ കെട്ടിയിടുകയും നടക്കാൻ വയ്യാതെ വന്നപ്പം ഭഗവാൻ ആ ഉരുളും വലിച്ചുകൊണ്ട് പോയതും കുബേരപുത്രന്മാർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തതും ഒക്കെ നമുക്കറിയാവുന്ന കഥകളാണ്. ധാമം ഉരുളിൽ കെട്ടിയവൻ, അതാണ് ദാമോദര മാസത്തിൻ്റെ പ്രത്യേകത. ധാമം എന്നാൽ കയറെന്നാണ് അർത്ഥം വരുന്നത്. ഈ ഒരു മാസം നമ്മൾ ഒരു തവണയെങ്കിലും ദീപം തെളിയിച്ചാൽ 1000 പ്രാവശ്യം ദീപം തെളിയിച്ചതിന് തുല്യമാണതെന്നാണ് പറയുന്നത്. ദീപദാനത്തിന് വളരെ വളരെ മഹത്തരമായിട്ടുള്ള മാസമാണ് ഈ ഒരു മാസം. നമ്മളുടെ മുൻജന്മ പാപദോഷ കർമ്മങ്ങളുടെയൊക്കെ ഒരു തോത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഈ മാസത്തെ ദീപദാനത്തിന് സാധിക്കും. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ദീപം കൊളുത്തി വെക്കുന്നതും വിളക്ക് തെളിയിച്ച് ക്ഷേത്രത്തിൽ ദാനം ചെയ്യുന്നതുമൊക്കെ നമുക്ക് ഈ മാസം ഇരട്ടി ഫലം തരും. എപ്പോഴൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു വിളക്ക്, അതൊരു മൺവിളക്കായാലും തെളിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് വളരെ വളരെ നല്ല ഫലം തരും. ഇനി ഈ മാസം ഭഗവാന് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്, രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ ആ സമയത്ത് ഭഗവാന് നെയ്ദീപ ആരതി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നൊരു രീതി, ഞങ്ങളിവിടെയൊക്കെ പിന്തുടർന്ന് പോകുന്നൊരു രീതി, സാധാരണയായിട്ട് ഒരു ദീപം ഭഗവാന് നമ്മൾ തെളിയിച്ച് ആരതി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കും ഓരോ മൺദീപമായിട്ട് തെളിയിച്ച് ഭഗവാന് കൊടുക്കും. അതായത് ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റ് എടുക്കും. ഞങ്ങളിവിടെ 4 പേരാണ്, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ. ഓരോ ദീപവും ഓരോരുത്തർക്കായിട്ടുള്ളതാണ്. അതായത് ഭഗവാനോട് ആദ്യം ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, പക്ഷേ എന്നാൽ പോലും മക്കൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഓരോ ദീപങ്ങൾ, എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ഓരോ ദീപങ്ങൾ, അങ്ങനെ 4 ദീപങ്ങൾ. പുതിയ മൺവിളക്കല്ല ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത്. നാളെ ദാമോദര മാസം തുടങ്ങുമ്പോൾ പുതിയ 4 മൺവിളക്ക് മേടിക്കും. ആ മൺവിളക്കിൽ നെയ്യ് നമുക്ക് ഗീതിയായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഭഗവാന് ഞാൻ ആരതി എടുക്കുന്നത്. അപ്പം ഓരോരുത്തരും ഭഗവാൻ ആരതി എടുത്തു എന്നുള്ള സങ്കല്പവും ആവും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ അല്ലെങ്കിൽ ഒരേ ഒരു ദീപം മാത്രം ഭഗവാൻ ആരതി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ 30 ദിവസത്തിൽ പീരിയഡ്സ് ഒഴിച്ചു വരുന്ന എല്ലാ ദിവസവും ഭഗവാൻ ആരതി എടുക്കുന്നത് വളരെ നല്ലതാണ്. ആരതി എടുക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ സാധാരണ ആരതി എടുക്കുന്ന പോലല്ല. ഭഗവാന്റെ പാദം മാത്രം 4 തവണ നമ്മൾ ചുറ്റണം. പിന്നെ ഭഗവാന്റെ ഉദരത്തിനെ 2 പ്രാവശ്യവും മുഖത്തിനെ 3 പ്രാവശ്യവും ഭഗവാന്റെ പാദം മുതൽ മുഖം വരെ 7 പ്രാവശ്യം വലത്തോട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു മാസം ഭഗവാന് ആരതി എടുക്കേണ്ടത്. ഞാൻ സാധാരണ ചെയ്യുന്നത് ദാമോദരാഷ്ടകം, നമാമീശ്വരം എന്ന് തുടങ്ങുന്ന ദാമോദരാഷ്ടകം മൊബൈലിൽ പ്ലേ ചെയ്ത് വെച്ചിട്ട് വളരെ സാവധാനം അത് തീരുന്നത് വരെ ഈ ആരതി എടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണാതെ അറിയാമെങ്കിൽ കാണാതെ ചൊല്ലിക്കൊണ്ട് ആരതി എടുക്കാം. എനിക്ക് ആദ്യത്തെ ആ ഒരു 4 ലൈൻസേ അറിയത്തുള്ളൂ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം, നാരായണീയം കയ്യിലുള്ളവർക്ക് നാരായണീയത്തിലെ 47ാമത്തെ ദശകം ഉലൂഖല ബന്ധനം അത് വായിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഉലൂഖല ബന്ധനം വായിക്കാൻ പറ്റാത്തവർ, അതായത് കയ്യിൽ നാരായണീയം ഇല്ലാത്തവർ, ഭഗവാന്
ഭഗവാന്റെ മുൻപിൽ ഈ ഒരു നെയ്വിളക്ക് കൊളുത്തി ആരതി എടുത്തതിന് ശേഷം വെറും 11 പ്രാവശ്യം ഓം ദാമോദരായ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ്. വെറും 11 പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഭഗവാന് നെയ്ദീപ ആരതി എടുക്കുന്നതിന് മുൻപും രാധാദേവിയുടെ ഗായത്രി മന്ത്രം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൊല്ലണം. അല്ലെങ്കിൽ രാധേ രാധേ എന്ന് ഒരു 3 പ്രാവശ്യം, അതായത് രാധേ 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 ഈ വാക്ക് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലണം. കാരണം മറ്റ് ഒരു ദിവസങ്ങളും നിങ്ങൾ ഈ ഒരു മന്ത്രം ഉച്ചരിച്ചില്ലെങ്കിലും കാർത്തിക മാസത്തിൽ ഭഗവാന്റെ പ്രീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ രാധാറാണിയുടെ മന്ത്രം നമ്മൾ ആദ്യം ചൊല്ലുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മിൽ പ്രസന്നനാകുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം രാധേ രാധേ എന്ന് ചൊല്ലുക, ശേഷം ഭഗവാന് നമ്മൾ ആരതി എടുക്കുക. അതിനുശേഷം ഭഗവാന്റെ പാദത്തിൽ ഒരു തുളസിയില, എല്ലാ ദിവസവും ഒരു തുളസിയില ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. കാരണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സസ്യമാണ് തുളസി എന്ന് പറയുന്നത്. അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നാരായണീയത്തിലെ 47-ാമത്തെ ദശകം ചൊല്ലാം, അല്ലെങ്കിൽ ഓം ദാമോദരായ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ തരും. നിങ്ങൾ ഈ ഒരു മാസം മുഴുവൻ ഭഗവാന് കാണിക്കുന്ന ഈ ഒരു ദീപ ആരതി ഭഗവാൻ ഇങ്ങനെ അത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് എപ്പോൾ തരണമെന്നുള്ളത് ഭഗവാൻ അറിയാം. ആ ഒരു കറക്റ്റ് സമയത്ത് ഭഗവാൻ നമുക്കതിനുള്ള ഫലം തന്നിരിക്കും. ഞാൻ പറഞ്ഞു, പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം എപ്പോൾ കിട്ടുന്നു, ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഭഗവാൻ ആരതി എടുക്കണം എന്നൊന്നുമില്ല. വൈകിട്ടാണെങ്കിലും മതിയാവും. കാരണം ഏതൊരു സമയത്തും നമുക്ക് ഭഗവാൻ ആരതി എടുക്കാം. രാവിലെയോ വൈകിട്ടോ, രാവിലെ ഒരു 9 മണിക്കുള്ളിലും വൈകിട്ട് ഒരു 5:30 മുതൽ രാത്രി ഒരു 8:30-ക്കുള്ളിലും ഭഗവാൻ ആരതി എടുക്കുക. എല്ലാ ദിവസവും ആരതി എടുക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു 30 ദിവസവും വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വ്രതമെടുക്കാവുന്നതാണ്. വ്രതം എടുക്കുകയാണെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി നിങ്ങൾ ഒഴിവാക്കണം. നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വ്രതമെടുക്കാം. അത് അതിലും വലിയ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും. കഴിയുന്നതും ഈ മാസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ക്ഷേത്രത്തിലും ഭഗവാന് നെയ്ദീപ ആരതി കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ദീപദാനം, അത് ഈ മാസം ഏതൊരു ക്ഷേത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ദീപദാനം ചെയ്യാവുന്നതാണ്. ഈ ഒരു മാസം മുഴുവൻ ഭഗവാന് പറ്റുന്നത്രയും ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം. അതേപോലെ തന്നെ ഭാഗവതത്തിലെ ദാമോദര ലീല ഭാഗം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നാരായണീയത്തിലെ ഉലൂകലബന്ധനം വായിക്കുന്നത് പോലെ ഇനി നാരായണീയമില്ല, നിങ്ങളുടെ കയ്യിൽ ഭാഗവതമുണ്ടെങ്കിൽ അതിൽ ദാമോദര ലീല എല്ലാ ദിവസവും വായിച്ചോളൂ. ഈ ഒരു മാസം തീരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് വായിച്ചാൽ അത് ഭഗവാൻ നമുക്ക് സാധിച്ചു തരും. പിന്നെ നമുക്കറിയാം ഭഗവാൻ യോഗനിദ്രയിലാണെന്നുള്ളതും. ആ യോഗനിദ്ര വിട്ട് ഭഗവാൻ ഉണരാനുള്ള സമയമായി. അതായത് ചാതുർമാസ്യത്തിൻ്റെ അവസാനമാണ് ഈ ഒരു സമയം വരുന്നത്, അതായത് ദാമോദര മാസം വരുന്നത്. സോ ഇതും വളരെ വളരെ ഓസ്പിഷ്യസ് ആണ്. ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് തൻ്റെ മിഴികൾ തുറക്കുമ്പോൾ തനിക്ക് മുൻപിൽ ദീപങ്ങളുമായിട്ട് നിൽക്കുന്നവരെ കാണുമ്പോൾ തന്നെ ഭഗവാന്റെ മനസ്സ് നിറയും. അതുമതി നമുക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കാൻ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നാളെ മുതൽ ചെയ്യണം. പീരിയഡ്സ് വരുമ്പോൾ ഇത് ഒഴിവാക്കിക്കോളൂ. നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ദയവ് ചെയ്ത് ഭഗവാൻ ആരതി എടുക്കരുത്. നോൺ വെജ് കഴിക്കണം നിർബന്ധമുള്ളവർ രാവിലെ ആരതി എടുത്തോളൂ, വൈകിട്ട് എടുക്കാതിരുന്നാൽ മതി. 2 നേരവും ആരതി എടുക്കണമെന്നുള്ള സംശയം ഉണ്ടാകും. 2 നേരം എടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു നേരം ആരതി എടുക്കുക. ആരതി എടുത്തതിന് ശേഷം ആ ഒരു നെയ്ദീപം ഭഗവാന്റെ മുൻപിൽ തന്നെ വെച്ചിരിക്കുക. നിങ്ങൾ സാധാരണ നെയ്യ് ഒഴിച്ചാണ് കത്തിക്കുന്നതെങ്കിൽ അത് ഒരുപാട് നേരം കത്തും. അതല്ല, നെയ്യ് കട്ട, അതായത് നമ്മൾ ഗീതിയെ വാങ്ങിച്ചാണ് കത്തിക്കുന്നതെങ്കിൽ ഒരു 20 മിനിറ്റോളം കത്തും. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആരതി എടുത്ത് തീർക്കാനും പറ്റും. അതേപോലെ ഭഗവാന് മുൻപിലിരുന്ന് ദാമോദര അഷ്ടകമോ അല്ലെങ്കിൽ ദാമോദര ലീല വായിക്കുകയോ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
എല്ലാവരും ഇത് ചെയ്യണം. രാധാറാണിയുടെയും ഭഗവാന്റെയും കടാക്ഷം ഒരുപോലെ ലഭിക്കുന്ന ഈ ഒരു മാസം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.